നമസ്കാരം സുഹൃത്തുക്കളെ, ടാറോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നീ എന്നെ ഉപേക്ഷിച്ചു പോകരുത്, എനിക്ക് ഒറ്റപ്പെടാൻ സാധിക്കുകയില്ല. ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. തുടക്കം മുതൽ അവസാനം വരെയും ഈ വായന നിങ്ങൾ കാണുവാനായി ശ്രമിക്കുക. ഈ വ്യക്തി സത്യത്തിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ തന്നെയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷേ എങ്കിൽ പോലും അതിനൊന്നും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ വ്യക്തിക്ക് മനസ്സ് തുറക്കാനും ചില സമയത്ത് മനസ്സ് തുറന്ന് ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാത്ത വിധത്തിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി എന്തൊക്കെ തന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം തന്നെ താൻ ചെയ്യും എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെയാണ് ഈ പേഴ്സൺ നിലനിൽക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഇതിൽ പോസിറ്റീവായ ഊർജം ഉണ്ടാക്കിയെടുക്കണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഊർജം തനിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. തനിക്ക് ചേരാത്ത വ്യക്തികളുമായി അകലം പാലിക്കുവാൻ ഈ വ്യക്തി പലതരത്തിലും തയ്യാറാകുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഫ്രീക്വൻസി വൈബ്രേഷനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ചിന്താഗതികളിലും തീരുമാനങ്ങളിലും എല്ലാത്തിലും വളരെയധികം കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മാറ്റത്തിന് വിധേയമായാൽ മാത്രമാണ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷകരമായ ഉയർച്ചകൾ ഉണ്ടാവുകയുള്ളൂ എന്ന് ഈ വ്യക്തി തിരിച്ചറിയുന്നു. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുക എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ വേണ്ടി ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുന്നുവോ അതെല്ലാം തന്നെ ചെയ്യാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഏറ്റവും നല്ല അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഏറ്റവും നല്ല അനുഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ടുള്ള മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ്. ചില സമയങ്ങളിൽ വേണ്ടാത്ത സ്വപ്നങ്ങളെല്ലാം കണ്ടുകൊണ്ട് രാത്രികാലങ്ങളിൽ ഞെട്ടി എഴുന്നേൽക്കുന്ന സ്വഭാവം ഈ വ്യക്തിക്ക് നല്ല രീതിയിലുള്ളതായി കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ സാന്നിധ്യം എന്തായാലും അരികത്തുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിലായിരിക്കും എന്നാണ് കാണപ്പെടുന്നത്. അതുമാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ തന്നെ നല്ലൊരു ജീവിതം പടുത്തുയർത്തുവാൻ വേണ്ടി ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്ന എന്തെല്ലാം പരിശ്രമങ്ങളാണോ പ്രയത്നങ്ങളാണോ അതുമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നത് ഈ വ്യക്തിക്ക് സഹിക്കാനാകുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ ഈ വ്യക്തിക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്താൽ മാത്രമേ, അതായത് അവഗണിച്ചാൽ മാത്രമേ ഈ വ്യക്തിക്ക് ചില ലക്ഷ്യങ്ങളിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടി എന്ത് ത്യാഗങ്ങളും സഹിക്കുവാൻ തയ്യാറായിരിക്കുന്ന ഒരു നിമിഷത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ഈ പേഴ്സണ് ഏറ്റവും നന്നായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുമായി വേർപിരിയണം എന്ന് വിചാരിക്കുമ്പോൾ ആ ഒരു സമയത്ത് തക്കതായിട്ടുള്ള ചില തടസ്സങ്ങൾ സംഭവിക്കപ്പെടും. ആ തടസ്സങ്ങളിലൂടെ തിരിച്ചറിയുന്നത് നിങ്ങളുമായി ഒരിക്കലും വേർപിരിയാനാകില്ല എന്നുള്ള സത്യമാണ്. ഇത് ഈ വ്യക്തിയെ അത്ഭുതപ്പെടുത്തുന്നു, ഈ വ്യക്തിയെ ആശ്ചര്യപ്പെടുത്തുന്നു. ഇതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങളുമായി ഒരുമിച്ച് മുന്നേറുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. നിങ്ങളുമായി ഒരുമിച്ച് ബിസിനസ് ചെയ്യുവാനോ ഒരുമിച്ച് ജോലി ചെയ്ത് ജീവിക്കാനുമൊക്കെയും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു. അതുമാത്രമല്ല ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും സന്തോഷത്തോടെ ജീവിക്കുവാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രയത്നിച്ചുകൊണ്ട് മുന്നേറുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നതും. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലൂടെ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്.
നിങ്ങളെ വേണ്ടാന്ന് വെക്കുന്നവരെ വേണ്ടാന്ന് വെക്കാൻ ഈ പേഴ്സന് സാധിക്കും. നിങ്ങളെ ഇഷ്ടമല്ലാത്തവരെ വേണ്ടാന്ന് വെക്കാനും മാറ്റി നിർത്തുവാനും ഈ പേഴ്സണെ കൊണ്ട് സാധിക്കും. കാരണം നിങ്ങൾ രണ്ടു പേർക്കുമിടയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉള്ളവരായി നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ഒരുപാട് വ്യത്യാസമുള്ളവരായി കാണാൻ കഴിയുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ വിശ്വാസപരമായിട്ടും റിലീജിയൻ പരമായിട്ടും അതുപോലെ ജീവിത രീതി പരമായിട്ടും എല്ലാ തരത്തിലും സാമ്പത്തികപരമായിട്ടും വിദ്യാഭ്യാസത്തിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങൾ നിങ്ങൾ രണ്ടുപേരും തമ്മിലുണ്ട്. അതുകൊണ്ട് തന്നെ ആ വ്യത്യാസങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് നിങ്ങളുടെ പ്രണയം ഇത്രയും വരെ അതിജീവിച്ച് വന്നിട്ടുള്ളത്. ഇവിടെ ഇപ്പോഴും കോലിളക്കം സൃഷ്ടിക്കുവാൻ വേണ്ടിയും തകർക്കുവാൻ വേണ്ടിയും ഒക്കെ മറ്റു പലവരും ശ്രമിക്കുന്നതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ പേഴ്സൺ ശുഭാപ്തി വിശ്വാസത്തോടെ ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണ് വളരെ സന്തോഷപൂർണമായിട്ടുള്ള ഒരു ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയാണ് ഏറ്റവും നന്നായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഈ പേഴ്സൺ ഏതറ്റം വരെയും പോകുവാൻ തയ്യാറാണ്. ഏതറ്റം എന്ന് പറയുന്നത് പോലും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായി ഒരുമിച്ച് ചേരുന്ന ആ ഒരു കാര്യം തന്നെയാണ്. ഇവിടെ പല രീതിയിലും വിവാഹം, സന്തോഷം, ആഘോഷം എല്ലാം തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട്. ആ മാനിഫെസ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നത് വരെയും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. അതുമാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഫോർത്ത് ചക്ര ആർക്കേഞ്ചൽ റാഫേൽ മാലാഖയുടെ സാന്നിധ്യമാണ്. ഈ മാലാഖമാരിൽ നിന്നും നിങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസവും മുന്നോട്ട് പോകാനുള്ള മനക്കട്ടിയും അതുപോലെ തന്നെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്നുള്ള രീതിയിലുമാണ് ഇത്തരം മാലാഖമാർ നിങ്ങളോട് പറയുവാൻ താല്പര്യപ്പെടുന്നത്. ഇത്തരം മാലാഖമാർ നിങ്ങളോട് പറയുന്നത് പോലും അതിനെക്കുറിച്ച് നിങ്ങൾ വേവലാതിപ്പെടേണ്ട എന്നും നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോളൂ എന്നും തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിച്ച് പോകരുത് എന്ന് തന്നെയാണ് ഈ പേഴ്സന്റെ ആവശ്യവും വാശിയും പ്രാർത്ഥനയും. അതുകൊണ്ട് അതുമായി മുന്നോട്ട് പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നത്. ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ്. അതുമാത്രമല്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ വന്നു ചേരുന്നുണ്ട്. ഒരുപാട് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോലും നിങ്ങളുമായി പലപ്പോഴും ഈ വ്യക്തി ഒന്നിച്ചു പോകുവാൻ തയ്യാറല്ലായിരുന്നു. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടും ആശയക്കുഴപ്പങ്ങൾ കൊണ്ടും സംസാര രീതിയിലുണ്ടായ പിഴവുകൾ കൊണ്ടുമൊക്കെ ഈ വ്യക്തിക്കും നിങ്ങൾക്കുമിടയിൽ ചില വിശ്വാസക്കുറവുകളും സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിനെല്ലാം മറികടന്നുകൊണ്ട് അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മര്യാദക്ക് മുന്നേറുവാൻ തന്നെയാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരുപാട് മാറ്റങ്ങൾ എന്ന് പറയുന്നത് പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം കൊണ്ടുവരുന്നത് തന്നെയാണ്. അതുമാത്രമല്ല ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സന്തോഷത്തിന്റെ രാവുകൾ വളരെയധികം മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ വ്യക്തി. സന്തോഷം എന്തായാലും ഈ പ്രണയ ജീവിതത്തിൽ താൻ കൊണ്ടുവന്നിരിക്കുമെന്നും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ തയ്യാറാണെന്നുമാണ് ഈ പേഴ്സൺ പറയുന്നതിന്റെ ധ്വനി. ഇത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുമാത്രമല്ല നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും വളരെ പോസിറ്റീവായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംസാര രീതി തന്നെയാണ് നിങ്ങളും ഈ വ്യക്തിക്കുമിടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കൂടുതലും ഈ ബന്ധത്തെ ദൃഢതയുണ്ടാക്കിയെടുക്കാനും ഊട്ടിയുറപ്പിക്കാനും ശ്രമിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തു തന്നെ ആയാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഊർജം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് വളരെ മനോഹരമായിട്ടുള്ള സോൾമേറ്റ് കണക്ഷൻ ആയിട്ടും കാണപ്പെടുന്നുണ്ട്. ഈ സോൾമേറ്റ് ജേണിയിലൂടെ ഒരുപാട് വ്യത്യാസങ്ങളും സന്തോഷങ്ങളും ഇവിടെ ഉണ്ടാകുമെന്നും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഈ വായന നമ്മൾ നിർത്തുന്നത്. എല്ലാവർക്കും വായന ഉപകാരപ്പെട്ടുവെന്നും ആശ്വാസം പകർന്നുവെന്നും വിശ്വസിക്കുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വായന നിർത്തുകയാണ്.
എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.